Hi friends, welcome to Craftwonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രഫ് ഗാർഡൻ ആണ്. ട്രഫ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയറി ഗാർഡൻ അഥവാ ചെറു ഉദ്യാനം എന്നൊക്കെ ഇതിനെ പറയപ്പെടുന്നുണ്ട്. ഈ ട്രഫ് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ ആഴം കുറഞ്ഞ പാത്രങ്ങളിലാണ് നമ്മൾ ഈ ട്രഫ് ഗാർഡൻ സെറ്റ് ചെയ്യണത്. അതായത് കുറച്ച് പരന്ന തരത്തിലുള്ള പാത്രങ്ങളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുക. അത് നമുക്ക് വലിയ പാത്രങ്ങളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യുക, ചെറിയ ചെറിയ പാത്രങ്ങളിൽ സെറ്റ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ നമ്മൾ ഈ ഉരുളൻ കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ, മണ്ണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വളരാത്ത പ്ലാന്റ്സുകളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതായത് അറേലിയം, യുഫേബിയ, അതുപോലെ കള്ളിച്ചെടികൾ, അങ്ങനെയുള്ള അധികം വെള്ളം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അധികം വളർച്ചയില്ലാത്ത ചെടികളൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രഫ് ഗാർഡന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ട്രഫ് ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളുകളിലൊക്കെ നമുക്ക് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വല്ലപ്പോഴും ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നമുക്ക് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം നമുക്കിതിൽ ഈ പറഞ്ഞ പോലെ കല്ലുകൾ, പല ഷേപ്പിലുള്ള, പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള വലിപ്പത്തിലുള്ള കല്ലുകളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കളിമണ്ണ് വെച്ചിട്ട് നമുക്ക് കുറേ എന്താ പറയുക അലങ്കാര വസ്തുക്കളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്കിതിൽ വെക്കാം. പിന്നെ മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വീടിൻ്റെ ഷേപ്പുള്ളതൊക്കെ വെച്ച് നമുക്ക് എന്താ പറയുക അലങ്കരിക്കാം. പിന്നെ നമ്മുടെ മക്കളുടെ ഒക്കെ ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഈ ട്രഫ് ഗാർഡനൊക്കെ അലങ്കരിക്കാവുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മണ്ണും മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലാണ് നമ്മൾ ഈ പറഞ്ഞ ചെടികളും മണ്ണും ഇതൊക്കെ വെച്ച് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. മണലെടുക്കണം. ഞാനിപ്പോൾ മണലിട്ടിട്ടുണ്ട്. രണ്ട് കപ്പ് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇനി വേണ്ടത് ചെമ്മണ്ണാണ്. ചെമ്മണ്ണും 2 കപ്പ് ഇടുന്നുണ്ട്. അതുപോലെ നമുക്ക് ചാണകപ്പൊടി, അതായത് മണ്ണും ചെമ്മണ്ണും അതുപോലെ ചാണകപ്പൊടി, ഇതും 3ഉം ഒരേ അളവിലെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരേ അളവിലെടുത്തിട്ട് വേണം നമുക്ക് ഫ്ലോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ നിരപ്പായിട്ടുള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ലോപ്പ് മോഡലിൽ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇതിന് ചെയ്യാനായിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലത്തെ കല്ലുകൾ, ഇതുപോലത്തെ നല്ല ഡിഫറെൻറ്റ് ഷേപ്പുള്ള കല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സാധാരണ കരിങ്കല്ലിൻ്റെ കല്ലുകൾ, ചെറിയ ഇതുപോലത്തെ വെള്ളാരം കല്ലുകൾ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എടുത്ത് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയൊരു മരത്തിൻ്റെ കഷ്ണങ്ങൾ, ഷെല്ലുകൾ, പിന്നെ വേണ്ടത് ഇതുപോലത്തെ പായൽ വേണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികൾ, അധികം വളരാത്ത, അധികം സ്ലോ ഗ്രോ ആയിട്ടുള്ള ചെടികളൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തെ ചെടികൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചെടി എടുത്തിട്ടുണ്ട്. ചെടി എടുക്കുമ്പോൾ വേരോട് കൂടിയിട്ട് തന്നെ ചെടി എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അധികം വളരാത്ത ചെടികൾ ഉണ്ടാവുമല്ലോ, ചെറിയ ചെടികൾ, അങ്ങനത്തെ ചെടികൾ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ ചെടി നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ചെടികളും അതുപോലെ കല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു വീട് എടുത്തിട്ടുണ്ട്. ഇതിവിടെ മോൻ്റെ ഒരു കളിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നമുക്കിതുപോലെ മണ്ണിൻ്റെ ഒക്കെ ക്ലേ വെച്ചിട്ടുള്ള വീടൊക്കെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലുകളൊക്കെ വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ചിങ്ങനെ കരിങ്കല്ലുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
വഴി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയിലൊക്കെ അതുപോലെ നമുക്ക് ഇതുപോലത്തെ ചെടികളൊക്കെ വെച്ച് കൊടുക്കാം. ഇതിനൊന്നും അധികം എന്താ പറയുക, അധികം വളരാത്ത ചെടികളാണ്. ഇതുപോലെ ഇങ്ങനെ മരത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിലെന്ത് ചെയ്താലും ഭംഗിയാണ്. ഈ പറഞ്ഞതൊക്കെ നമുക്ക് വീട്ടിൽ നമുക്ക് നമ്മുടെ പരിസരത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതുപോലത്തെ 10 മണിയുടെ ചെടിയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ നമുക്ക് 4 മണി 10 മണി എന്നൊക്കെ പറഞ്ഞ് കിട്ടണ ചെടികളൊക്കെ നമുക്കിതുപോലെ. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ക്ലേ ഉണ്ട്, ബ്ലൂ കളർ ക്ലേ. ഇത് വെച്ചിട്ട് നമുക്കൊരു പോണ്ട് പോലെ ഉണ്ടാക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉള്ളത്. നമ്മൾ ലൈറ്റ് ബ്ലൂ ഒക്കെ ആണെങ്കിൽ അത് നല്ലതാണ്. ഇനി നമുക്കിതുപോലത്തെ പായലുകളൊക്കെ സൈഡിൽ പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഞാൻ ഒരു മോളുടെ കളിക്കണ ഒരു വീടാണ് അത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ ഡിഫറെൻറ്റ് ഷേപ്പുള്ള വലിപ്പത്തിലുള്ള കല്ലുകൾ, വെള്ളാരം കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ, കരിങ്കല്ലുകൾ, അതുപോലെ ഷെല്ലുകളൊക്കെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇതിലിങ്ങനെ ഒരു വഴി പോലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പായലുകൾ,
പായലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെടികൾ പലതരത്തിലാണ്. ഇത് നമ്മുടെ 4 മണി 10 മണി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ചെടികളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഈ മതിലുമ്മലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ചെടി. ഇതൊരു ഇത്തിരി വലിയ ചെടിയാണ്. അപ്പം ഇതിനൊന്നും നമുക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആഴ്ചയിൽ 2-3 ദിവസം ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലത്തെ ചെടികളൊക്കെയാണ് നമുക്ക് അധികം വളരാത്ത ചെടികളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ട്രഫ് ഗാർഡൻ. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലത്തെ ഒരു ചെറിയൊരു ബേസിൻ പോലത്തെ ഇതിൽ ചെയ്യാം. അല്ലെങ്കിൽ മണ്ണിൻ്റെ തന്നെ നമുക്കിങ്ങനെ പരന്ന പാത്രങ്ങൾ നമുക്ക് കിട്ടും. മണ്ണിൻ്റെ പരന്ന പാത്രങ്ങളാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നല്ല പരന്ന ചട്ടികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ പരന്ന ചട്ടികളിലാണ് ഏറ്റവും നല്ലത് ചെയ്യാനായിട്ട്. ഇപ്പം ഇത്രയും വലുപ്പത്തിലല്ലാണ്ട് തന്നെ ചെറിയ പാത്രങ്ങളിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ടേബിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനധികം സൂര്യപ്രകാശം ആവശ്യമില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്കിതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. എനിക്ക് ഫേസ്ബുക്കിൽ ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ക്രാഫ്റ്റ് വണ്ടേഴ്സ് തന്നെയാണ് അതിൻ്റെ പേര്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.